മാളു, നീ കുട്ടി അറിയുന്നത് കേൾക്കുന്നില്ല? നീ ഇപ്പൊ ഏത് ലോകത്തായത്? ആരും പ്രസവിക്കാത്ത പോലെ നമ്മളൊക്കെ പ്രസവിച്ചിട്ട് തന്നെ ഇങ്ങോട്ട് വന്നത്. നിനക്ക് സന്തോഷം ഉണ്ടായാലല്ലേ കുട്ടിക്ക് വല്ല പാലോ എന്തെങ്കിലും കിട്ടത്തുള്ളൂ. നീ എന്തിനാ ഈ കാണിക്കുന്നത്? മാളു, നിനക്ക് ഡ്യൂട്ടിക്കൊന്നും പോകണ്ടടാ ഇന്ന്? പോണമ്മേ. പെറ്റ പെണ്ണ് പുറത്തേക്കൊന്നും ഇറങ്ങാൻ പാടില്ല കേട്ടോ. എനിക്ക് സന്തോഷിക്കണം, പക്ഷെ എന്തുകൊണ്ടോ ഞാൻ ഒഴിഞ്ഞു പോകുന്നത് പോലെ. എന്റെ അമ്മയുണ്ടായിരുന്നുവെങ്കിൽ. എന്താണ് നീ എന്റെ കൊച്ചിനെ ചെയ്യുന്നേ? നീക്ക് ഭ്രാന്താണോ? എല്ലാവരും പറയുന്നത് ശരിയാ, എനിക്ക് മുഴുത്ത ഭ്രാന്താ. ദൈവമേ, ഇവൾക്ക് ഇതെന്ത് പറ്റി? കണ്ണൂർ തളിപ്പറമ്പിൽ 2 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ മരണത്തിൽ അമ്മ അറസ്റ്റ്. പ്രസവാനന്തര മാനസിക പ്രയാസങ്ങളാണ് കൊലപാതകത്തിലേക്ക് എത്തിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. ഞാൻ 5 പറ്റതാ ഞാനും. എന്നിട്ട് ഇപ്പത്തെ പിള്ളേരെ ഒരു കാര്യം അല്ല. പിന്നെ പറഞ്ഞു സാറേ, ഇവള് എപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കുന്നത്, ഒന്നും മിണ്ടുന്നില്ല, പിന്നെ കുട്ടീനെ ഒന്നും തീരെ ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ എന്തൊക്കെയോ ബുദ്ധിമുട്ട്. ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 1.5 മാസമായി. അതിൻ്റെ ബുദ്ധിമുട്ടാണ് സാർ. ഓ, മാളു അങ്ങനെയല്ലേ പേര്? വരുണല്ലേ? വരുണ ഇത് പ്രസവം കഴിഞ്ഞ സാധാരണ എല്ലാ യുവതികളിലും ഇപ്പോൾ കണ്ടുവരുന്ന ഒരു പ്രവണതയാണിത്. അധികം പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ബേബി ബ്ലൂസ് ഒക്കെ ഞങ്ങളുടെ ഭാഷയിൽ ഇത് പറയും. പിന്നെ അതൊരു പോസ്റ്റ് പാർട്ടം ഡിപ്രഷനിലേക്കൊക്കെ പോകാം, അതിനുശേഷം സൈക്കോസ് ലെവലിലേക്കൊക്കെ പോകാൻ പറ്റുന്നവരിതാണ്. പക്ഷേ ഇപ്പോൾ തന്നെ നിങ്ങളിത് കണ്ടെത്തിയത് കാരണം നമുക്ക് സന്തോഷകരമായിട്ട് ഇത് പരിഹരിക്കാം. നിങ്ങൾക്ക് തന്നെ പരിഹരിക്കാം. പറഞ്ഞ് മനസ്സിലായോ? അപ്പോൾ നന്നായിട്ട് മാളുവിനെ നമ്മൾ കെയർ ചെയ്യുക. പ്രസവം എന്നൊക്കെ പറയുന്നത് അത് സുഖപ്രസവമല്ല. പിന്നെ കുഞ്ഞിനെ മുറിയൂട്ടൽ ഒത്തിരി പാടുള്ള കാര്യങ്ങൾ നമുക്കതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ്. അവരുടെ വിഷമങ്ങളെ നമ്മൾ കൂടുതൽ മനസ്സിലാക്കുക, തുറന്ന് പറയുക. മാളു ഭർത്താവിനോടോ ഏറ്റവും അടുത്ത സുഹൃത്തിനോടോ അല്ലെങ്കിൽ വീട്ടുകാരോടെങ്കിലും കാര്യങ്ങൾ തുറന്ന് പറയുകയും തുടക്കത്തിൽ അതിനെ കണ്ടെത്തി നമുക്ക് ഈ തുടക്കത്തിൽ തന്നെ ഇത് പോകുന്ന രീതിയിലേക്ക് നമുക്ക് ഇത് എത്തിക്കാൻ പറ്റും. അപ്പോൾ രണ്ടുപേരും അത് ശ്രദ്ധിക്കുക. കൂടുതൽ സ്നേഹത്തോടെ കൂടുതൽ മാളുവിനെ കെയർ ചെയ്ത് രണ്ടുപേരുടെ ഉത്തരവാദിത്തമായിട്ട് എടുത്ത് കുഞ്ഞിനെ വളർത്തുന്നത് ആ രീതിയിൽ നല്ല രീതിയിൽ പോകാൻ പറ്റും കേട്ടോ. വിഷമിക്കേണ്ട. എന്താവശ്യം ഉണ്ടെങ്കിലും വന്നോളൂ. ഓക്കെ ഓക്കെ, താങ്ക് യു സാർ. ഡോക്ടർ എന്താ പറഞ്ഞാ? അമ്മ, നമ്മുടെ ശ്രീനാഥിന്റെ മകൾക്ക് പറ്റിയ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ ഇല്ലേ, അതില്ല ഡോക്ടർ കുറച്ച് ശ്രദ്ധിച്ചാൽ മതി. സാരല്ല മോളെ, എല്ലാം ശരിയാവും കേട്ടോ. നീ വിഷമിക്കൊന്നും വേണ്ട മോളെ. കുഞ്ഞിനെ ഇങ്ങ് താടാ. ഞാൻ ഇവിടെ കിടത്താമേ. എന്നാ ആയിക്കോട്ടെ മോളെ, നീ കുറച്ച് നേരം വിശ്രമിച്ചോ. ഒരു കുഞ്ഞു ജനിക്കുമ്പോൾ ഒരമ്മയും പുതുതായി ജനിക്കുന്നു. അവളെയും മനസ്സിലാക്കുക. അമ്മയുടെ ചിരിയുടെ പിന്നിലെ നിശബ്ദ കരച്ചിൽ പലപ്പോഴും ആരും കേൾക്കാറില്ല. ചിലപ്പോൾ അവൾക്കൊരു കൈത്താങ്ങ് മാത്രം മതി. ഒരു കുഞ്ഞിനെ പോലെ അമ്മയെയും ശ്രദ്ധിക്കൂ. മാതൃത്വം എന്ന മനോഹര യാത്രയ്ക്ക് സ്നേഹപൂർണമായ സമയോചിതമായ നമ്മുടെ ഇടപെടൽ കൂടി ഓരോ അമ്മമാരും ആഗ്രഹിക്കുന്നുണ്ട്. അവർ അതർഹിക്കുന്നുണ്ട്.